2015 മെയ് 15-നാണ് പരിഷ്കരിച്ച ഇലക്ട്രോണിക്സ് നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. സൈബർ കുറ്റകൃത്യങ്ങളെ വ്യക്തമായി നിർവചിക്കുന്നതും വിവിധ വകുപ്പുകളാക്കി വർഗീകരിച്ച് കഠിനമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതുമാണ് പുതിയ നിയമം. ഓൺലൈൻ വഴി സർക്കാർ കാര്യാലയങ്ങളുടെയോ ധനകാര്യ സ്ഥാപനങ്ങളുടെയോ കമ്പ്യൂട്ടർ ശൃംഖലയിൽ നുഴഞ്ഞുകയറിയാൽ 500 മുതൽ 2000 ദിനാർ വരെ പിഴയും 6 മാസത്തെ തടവും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സൈറ്റ് ഹാക്ക് ചെയ്ത് രേഖകൾ നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്താൽ 2 വർഷത്തെ തടവോ 2000 മുതൽ 5000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടുമൊന്നിച്ചോ അനുഭവിക്കേണ്ടിവരും. തീവ്രവാദം പ്രചരിപ്പിക്കുകയോ അത്തരം ആശയങ്ങൾക്ക് പിന്തുണ നൽകുകയോ ചെയ്യുന്ന വെബ്സൈറ്റുകൾ കണ്ടെത്തിയാൽ ഉടമക്ക് 10 വർഷം തടവും 20,000 മുതൽ 50,000 വരെ പിഴയും നൽകാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഓൺലൈൻ വഴിയുള്ള ബ്ലാക്ക് മെയിലിംഗ്, അപകീർത്തിപ്പെടുത്തൽ, അശ്ലീല കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കൽ എന്നിവയും കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമായാണ് പരിഷ്കരിച്ച ഇ-മീഡിയ നിയമം കണക്കാക്കുന്നത്. സാമൂഹിക മൂല്യങ്ങൾക്കും രാജ്യത്തിന്റെ സംസ്കാരത്തിനും നിരക്കാത്ത ചിത്രങ്ങളോ സന്ദേശങ്ങളോ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കും നിയമ നടപടികൾ നേരിടേണ്ടിവരും. നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജനുവരി 12 മുതൽ വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ആഭ്യന്തര മന്ത്രാലയം. റേഡിയോ, TV, പത്രമാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണ പരിപാടികൾക്കാണ് അധികൃതർ ഊന്നൽ നൽകുന്നത്. നവമാധ്യമങ്ങൾ, റോഡ് ഷോ എന്നിവയിലൂടെയും ബോധവൽക്കരണം നടത്തുമെന്ന് സെക്യൂരിറ്റി മീഡിയ വിഭാഗം മേധാവി ആദിൽ അൽ ഹഷാഷ് അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി.